നമസ്കാരം. ഹോം സ്റ്റൈൽ ലൈഫിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകളിൽ നമ്മൾ ഇൻഷുറൻസ് സെക്ടറും പിന്നെ MGയുടെ ഒരു വിൻസർ കാറും ഒക്കെയാണ് പരിചയപ്പെടുത്തിയത്. നൗ വി ആർ ബാക്ക് ടു ഹോം ടൂർ. അപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരു വീടിൻ്റെ വിശേഷങ്ങളാണ് കാണാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. സിയ ഉൽ ഹക്ക് റിയ ദമ്പതികൾക്കായി ഈ വീട് ഡിസൈൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്തത് ഡ്രീം ഡിസൈനേഴ്സാണ്. ഡ്രീം ഡിസൈനേഴ്സിൻ്റെ ഓണറായിട്ടുള്ള ശ്രീ ആൻ്റണി നമ്മളോടൊപ്പം ഉണ്ട്. ഹായ് ആൻ്റണി. ഹായ്. ഇത് ഏകദേശം എത്ര സെൻറ്റ് സ്ഥലത്തിലാണ് ഈ വീട് നിൽക്കുന്നത്? 10 സെൻറ്റ് പ്ലോട്ടിലാണ് നമ്മളിത് ചെയ്തേക്കുന്നത്. ഓക്കെ. എത്ര സ്ക്വയർ ഫീറ്റാണ്? ഒരു 3000 സ്ക്വയർ ഫീറ്റിൽ തൊട്ട് താഴെയായിട്ട് നിൽക്കും. ഇതിൻ്റെ ഒരു 2900 ആ റേഞ്ചിൽ വരും. നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മുമ്പിൽ വരുന്ന ഒരു ഗേറ്റ് ആണ്. അപ്പോൾ ഈ ഗേറ്റിന് എന്താണ് ഉപയോഗിച്ചിരിക്കുന്നത്? സ്ക്വയർ റോഡ് നമ്മൾ വീടിനോട് ഒരു സിമിലർ ആയിട്ടുള്ള ഒരു കളർ ടോണും അതുപോലെ തന്നെ അതേ സ്റ്റൈലിലുള്ള ഒരു സ്ട്രക്ചറാണ് കൊണ്ടുവന്നേക്കുന്നത്. അതിൽ നമ്മൾ GA ഷീറ്റിൽ ലേസർ കട്ട് ചെയ്തിട്ട് ഡിസൈൻ കൊണ്ടുവന്നു, സ്ക്വയർ ട്യൂബ് കൊണ്ടുവന്നു, എന്നിട്ട് ഷീറ്റ് ഇട്ട് വളരെ സിമ്പിളായിട്ടുള്ള ഒരു വീടിനോട് മാച്ച് ചെയ്യുന്ന ഒരു ഡിസൈനിലേക്കാണ് വന്നത്. പെയിന്റിങ്ങും ആ ഒരു മാച്ചിങ്ങും സെയിം. എന്താണ് കളർ? അത് നമ്മൾ ഏഷ്യൻ പെയിന്റിന്റെ ഒരു ബീജ് ടോണിൽ നിന്ന് എടുത്ത ഒരു കളറാണ്. സാൻഡ് സ്റ്റോൺ എന്ന് പറഞ്ഞൊരു കളറാണ് നമ്മൾ കൂടുതലായിട്ട് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത്. അത് തന്നെ ഗേറ്റിലേക്കും നന്നായിട്ടുണ്ട്. ഡിസൈൻ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ നമ്മൾ അകത്തേക്ക് വരുമ്പോൾ കാണുന്നത് സ്റ്റോൺ ഉണ്ട് വിത്ത് നാച്ചുറൽ ഗ്രാസ് അല്ല ആർട്ടിഫിഷ്യൽ ഗ്രാസും 2x2 ഫീറ്റിൽ വരുന്ന കടപ്പ സ്റ്റോണാണ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിച്ചിരുന്നത്. എനിക്ക് തോന്നുന്നു ഈ ബാംഗ്ലൂർ സ്റ്റോണും കടപ്പ സ്റ്റോണും തമ്മിൽ റേറ്റിൽ കുറച്ച് വ്യത്യാസമുണ്ട്. പക്ഷേ നമുക്കിപ്പോൾ ഹെവി ആയിട്ടുള്ള വണ്ടികൾ കയറണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് കടപ്പ സ്റ്റോണാണ് അല്ലേ എക്കണോമിക്കൽ ബെറ്റർ വരുന്നത്. ബാംഗ്ലൂർ സ്റ്റോണോ ഹെവി വണ്ടികൾ കയറുവാണെങ്കിൽ ബാംഗ്ലൂർ സ്റ്റോണിലേക്ക് പോകേണ്ട വരും. പിന്നെ പെർ സ്ക്വയർ ഫീറ്റ് ഒരു 40 റുപ്പീസ് ചേഞ്ച് വരുന്നുണ്ട്, ഡിഫറൻസ് വരുന്നു. അപ്പോൾ നമ്മൾ ഇത്ര ഏരിയ ചെയ്യുമ്പോൾ തന്നെ ഒരു എമൗണ്ട് മാറും. ഓൾമോസ്റ്റ് ഒരു 700 സ്ക്വയർ ഫീറ്റ് ഒക്കെ വരുന്നുണ്ട് ഈ ഒരു ഏരിയ. പിന്നെ ഈ നാച്ചുറൽ ഗ്രാസ് വെക്കുവാണെങ്കിൽ അതിന്റെ മെയിൻ്റനൻസ് ഒരു പ്രശ്നമാണ്. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് അല്ലേ? ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് ബെറ്റർ. അതിൻ്റെ എന്തുകൊണ്ടും ബെറ്റർ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ്. ഇതൊരു 5 to 6 years ഒക്കെ ഇതേപോലെ തന്നെ നിന്നോളും. ടെൻഷനില്ല. പിന്നെ നമ്മൾ അവിടെ കുറച്ച് പ്ലാന്റ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പ്ലാന്റ്സ് ഇത് കലാത്തിയ ഇനത്തിൽപ്പെട്ട കലാത്തിയ ലൂട്ടിയ എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ 2 സൈഡ് വ്യൂ ഉണ്ട് ഇതിനിപ്പോൾ ഈ വിൻഡോ സൈഡിൽ വരുന്നിടത്ത് കലാത്തിയ ലൂട്ടി തന്നെയാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഫ്രണ്ട് സൈഡിലും വരുന്നൊരു പോർഷൻ നമ്മൾ അവിടെ ഒരു ഫൗണ്ടേഷൻ ഒന്ന് ഹൈഡ് ചെയ്യാനും കൂടെ വേണ്ടിയിട്ടാണ് കലാത്തിയ ലൂട്ടി ഉപയോഗിച്ചേക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഷൂറാക്കുണ്ട്. ഷൂറൂക്കിൻ്റെ ബാക്ക് സൈഡായിട്ട് ഹെലിക്കോണിയ ഒരു വൈബ്രന്റ് കളർ തന്നെ നമ്മൾ അതിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സിറ്റ് ഔട്ടിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ഗ്രാനൈറ്റ് ആണ്. സ്റ്റെപ്പിലും ഇതിലും ഏത് ടൈപ്പ് ഗ്രാനൈറ്റ് ആണ്? ഒരു ഗ്രേയും ബ്ലാക്കും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ലെതർ ഫിനിഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രാനൈറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. ഇതിന് മാച്ചിങ് ആവാൻ വേണ്ടിയാണ് ചെയ്തേക്കുന്നത്. ഫ്രണ്ടിൽ തന്നെ ഇപ്പോൾ ലെങ്തി ആയിട്ടുള്ള ഒരു സ്റ്റെപ്പും പിന്നെ അത് കഴിഞ്ഞ് കയറി വരുമ്പോൾ നമ്മൾ കജാരിയുടെ ടൈൽസ് ആണ് ഉപയോഗിച്ചേക്കുന്നത്. സൈസ് വരുന്നത് 80x160 ആണ്. അപ്പോൾ അതിനെ എഡ്ജ് ബാൻഡ് പോലെ നമ്മൾ ഒരു 1 ഫീറ്റിൽ അതിൻ്റെ എൻഡിൽ മോൾഡ് ചെയ്താൽ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്തൊരു ഷൂറാക്ക്, അതായത് മെറ്റീരിയൽ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് മൾട്ടിവുഡിൽ വിനീർ ബൈൻഡ് ചെയ്തിട്ടാണ് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് ഷൂറാക്ക്. അതൊരു 2 മീറ്റർ ലെങ്ത്തിലാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അതിൻ്റെ മേലെ നമുക്ക് ഇരിക്കാനുള്ള റെസ്റ്റ് ചെയ്യാനുള്ളൊരു സൗകര്യം കൂടി ഉണ്ട്. ഈ ഡോറ് ഏതാ? എനിക്ക് കണ്ടിട്ട് സ്റ്റീൽ പോലെയാണല്ലോ ഫീൽ ചെയ്യുന്നത്. അല്ല, അത് വുഡാണ്. ടീക്ക് വുഡിലാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഒരു സ്റ്റീൽ ഫിനിഷ് വരുത്തേക്കെന്ന് പറഞ്ഞാൽ അതൊരു വളരെ സിമ്പിൾ ആയിട്ടുള്ള നാച്ചുറൽ ഗ്രെയിൻസ് കിട്ടാവുന്ന രീതിയിൽ തന്നെ ചെയ്തിട്ടുള്ളൊരു അധികം ആർഭാടമായിട്ട് നമ്മൾ ചെയ്തത് വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിലാണ് ചെയ്തത്. തേക്കാണല്ലേ? അപ്പോൾ ഇനി നമ്മൾ ലിവിങ് ഏരിയയിലേക്കാണ് വരുന്നത്. ലിവിങ് ഏരിയ നോക്കുമ്പോൾ തന്നെ വളരെ മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഒരു പരിപാടിയാണ് അല്ലേ? ഓവറായിട്ടുള്ള ഇന്റീരിയർ നിറച്ച് തള്ളിയിട്ടുള്ള ഒരു സംഗതി ഒന്നും ഇവിടെ കാണുന്നില്ല. നമ്മളിവിടെ ഒരു ഡബിൾ ഹൈറ്റിലാണ് അത് എടുത്തേക്കുന്നത്. അപ്പോൾ അത്യാവശ്യം ചെറുത് ആണെങ്കിലും സ്പേഷ്യസ് ആയിട്ട് തോന്നും. സോഫ കസ്റ്റമൈസ്ഡ് അല്ല, റെഡിമെയ്ഡ് വാങ്ങിയതാണ്. എവിടെ നിന്നാണ് വാങ്ങിയത്? നമ്മൾ കോട്ടക്കലിൽ നിന്നാണ് വാങ്ങിയത്. കോട്ടക്കലിൽ നിന്ന്. ഓക്കെ. ഇതെന്ത് മെറ്റീരിയൽ യൂസ് ചെയ്തിരിക്കുന്നത്? ഇത് നമ്മൾ മറൈൻ പ്ലൈവുഡ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. 100% ഗർജൻ പ്ലൈവുഡ് ഉപയോഗിച്ചിട്ട് വിനീർ അതിൽ നമ്മൾ ടീക്കിൻ്റെ ഡിസൈൻ തന്നെ അതിലേക്ക് വിനീർ കൊണ്ടുവന്നേക്കണം. ലെങ്തി ആയിട്ട് ടോപ്പ് എൻഡ് വരെയും പോകുന്നുണ്ട്.
ഒരു ഗണ്ണൊക്കെ വെച്ചിട്ടുണ്ടോ? ഗണ്ണ് ഒരു ഭംഗിക്ക് വേണ്ടി വെച്ചാൽ. അപ്പോൾ ഇവിടെ ഒരു ഫാൻ, ഒരു ഇങ്ങനത്തെ ഒരു ഫാൻ മാത്രമേ വെച്ചിട്ടുള്ളൂ. ഇവിടെ ഒരു ഫാനേ വെച്ചിട്ടുള്ളൂ. എങ്കിലും ഡബിൾ ഹൈറ്റ് ആയ കാരണം അധികം ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യില്ല. ഒരു ഹാങ്ങിങ് ലൈറ്റ്. അവൻ അത് ദുബായിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളതാണ്. പുള്ളി അവിടെ ലൈറ്റ്സിൻ്റെ ഒക്കെ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഒരെണ്ണം കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഈ വിൻഡോ UPVC വിൻഡോസ് ആണ് ഉപയോഗിച്ചേക്കുന്നത്. ഗ്രില്ല് ചെയ്തിട്ട് UPVC വിൻഡോസ് ഔട്ട് സൈഡിൽ വന്നേക്കണം. എന്നിട്ട് പിന്നെ നമ്മൾ ഇതിനെ ഒരു എഡ്ജ് ഇന്റീരിയർ ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലൈവുഡ് ചെയ്തു, വിനീർ ചെയ്തു, അതിനൊരു ഭംഗിയാക്കി. ഈ വീടിന്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇത് നീളത്തിലാണ് ഈ വീട് കിടക്കുന്നത്. അത് പ്ലോട്ട് നീളത്തിലാണ്. അപ്പോൾ പിന്നെ നമ്മൾക്ക് ഡിസൈനിങ്ങിലെ പരിമിതികളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഈ പ്ലോട്ടിനനുസരിച്ച് തന്നെ ഒരു ലെങ്തി ആയിട്ടുള്ളൊരു കോറിഡോർ, ഒരു ലോബി പോലെ നമ്മൾ ചെയ്തിട്ട് അതിൽ കജാരിയുടെ തന്നെ 20x120 എന്ന് പറഞ്ഞിട്ടുള്ള ടൈല് ലെങ്ത്തിൽ ഈ ഏകദേശം ഫ്രണ്ട് ഡോറ് തൊട്ട് കിച്ചൻ്റെ ഒരു എൻഡ് വരെയാണ് വന്നേക്കുന്നത്. ആ ഇത് നമ്മൾ കറക്റ്റ് ചെയ്ത് കൊണ്ടുപോയേക്കാണ് അങ്ങനെ ചെയ്തേക്കുന്നത്. ആ ഒരു ഏരിയ മാത്രം നമ്മൾ വുഡ് ഫിനിഷ് വരുത്തിയേക്കണം. പിന്നെ ഇതിൻ്റെ ഇത് ഒരു ഓപ്പൺ ഏരിയ. ഇതൊരു ഡ്രൈ ആയിട്ടുള്ള ഒരു കോട്ടയാടാണ്. ഇതിൽ നമ്മൾ ഈ മൊറോക്കൻ ടൈൽസ് ആണ് ഫ്ലോറിൽ ഉപയോഗിച്ചേക്കുന്നത്. ഇതിൻ്റെ സ്ക്വയർ ട്യൂബിൻ്റെ മേലിൽ ടഫൺ ഗ്ലാസ് ഇട്ടിട്ടുണ്ട്. അത്യാവശ്യം എല്ലാ ഏരിയയിലും ലൈറ്റ് കിട്ടാവുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തേക്കുന്നത്. പൊതുവെ ഇവിടെ ആളുകൾ ഗ്രാസ് ഒക്കെയാണ് പ്രിഫർ ചെയ്യാറ് അല്ലേ? അതെ. അപ്പുറത്ത് തന്നെ നമുക്ക് ഗ്രാസ് ഇട്ടിട്ട് ഒരെണ്ണം ഒരു കൊട്ടയാടും കൂടി ഉണ്ട്. പിന്നെ നമുക്ക് ബെഡ്റൂമിൽ നിന്നും ഒരു വ്യൂ ഉണ്ട് ഈ കോട്ടയാടിലേക്ക്. ശരിക്കും ഈ കോട്ടയാട് എന്ന് പറയുമ്പോൾ അത് വീടിന്റെ ഏരിയയിൽ കൗണ്ട് ചെയ്യില്ലേ? വീടിന്റെ ഏരിയയിൽ കൗണ്ട് ചെയ്യും. നമ്മൾ ക്ലോസ് ചെയ്യുമ്പോൾ അത് കൗണ്ട് ചെയ്ത് പോകും. പിന്നെ ഇവിടുന്ന് റൈറ്റ് സൈഡിൽ നിന്നാണ് സ്റ്റെയർ കേസ് മേലേക്ക് വരുന്നത്. അതിനും നമ്മൾ ഉപയോഗിച്ചേക്കുന്നത് ഗ്രാനൈറ്റ്, ലെതർ ഫിനിഷ് ഗ്രാനൈറ്റ് തന്നെയാണ്. അത് ഗ്രേയും ബ്ലാക്കും കൂടെ ഉള്ള ടോണിലുള്ളതാണ് നമ്മൾ കൂടുതൽ ഉപയോഗിച്ചേക്കുന്നത്. പിന്നെ ഈ ഇതിൻ്റെ സീലിംഗ് പോർഷനിൽ നമ്മൾ ജിപ്സം കൊണ്ട് ചെയ്തിട്ട് LED സ്ട്രിപ്പ് ഇട്ടിട്ട് അതിൽ ലൈറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഒരു ഏരിയയിൽ ഫാൻസി ലൈറ്റ് ഞാൻ പറഞ്ഞല്ലോ, ഈ കംപ്ലീറ്റ് ലൈറ്റ് ദുബായിൽ നിന്നാണ് വന്നേക്കുന്നത്. ഇതൊരു പ്രയർ റൂമാണ് സ്റ്റെയർ കേസിന്റെ അടിയിലായിട്ട്. അപ്പൊ ഇതാണ് പറഞ്ഞ ഗ്രാസ് ആയിട്ടുള്ളത്. നമ്മളൊരു കോട്ടയാട് കൊണ്ടുവന്നേക്കടാണ്. ഇത് രസമായിട്ടുണ്ടല്ലോ. ചേമ്പാണോ വെച്ചിരിക്കുന്നത്? ചേമ്പാണ്. ചേമ്പൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്. പിന്നെ പെയിൽ ഗ്രാസ് ആണ് ഉപയോഗിച്ചേക്കുന്നത്. ഈ പേൾ ഗ്രാസിന്റെ മെയിൻ്റനൻസ് എങ്ങനെയാണ്? വളരെ കുറവാണ്. അതുകൊണ്ടാണ് നമ്മളത് പ്രിഫർ ചെയ്തത്. എത്ര നാൾ കൂടുമ്പോൾ വളമിടലോ അങ്ങനെയൊക്കെ ഉണ്ടോ? 6 months ആണ് അത് വരുന്നുള്ളൂ. ഇത് വലിയ കുഴപ്പങ്ങൾ ഇതേവരെ വരുന്നില്ല. ഓക്കെ. ഇതിന്റെ എൻഡിലേക്ക് എത്തുമ്പോൾ നമുക്കൊരു TV ഏരിയ ആണ് കാണുന്നത് അല്ലേ? ഏരിയ വന്നു റൈറ്റ് സൈഡിൽ. അത് നമ്മൾ റെഡിമെയ്ഡ് തന്നെ എടുത്തതാണ്. നേരത്തെ പറഞ്ഞല്ലോ കോട്ടക്കൽ. ഈ വാള് എന്താ ചെയ്തിരിക്കുന്നത്? ടെക്സ്ചർ ഫിനിഷ് ആണ്. അത് ഈ ഗ്രേ ടോണിൽ തന്നെ നമ്മൾ ടെക്സ്ചർ ഫിനിഷ് ചെയ്തതാണ്. ഇവിടെ ജിപ്സം റൂഫിംഗ് ആണ് ചെയ്തേക്കുന്നത്. 4 ലൈറ്റ് ഉണ്ട്. 4 ലൈറ്റ് കറക്റ്റ് ചെയ്ത് വരാവുന്ന രീതിയിൽ ഈ ഒരു സ്പെസിഫൈഡ് ഏരിയയിലേക്ക് മാത്രം ചെയ്തേക്കണം. ഇവിടെ ടൈല് നമ്മൾ വ്യത്യാസമുണ്ട്. കോമൺ ഏരിയയിൽ കൊടുത്തേക്കണം. മറ്റേ ടൈല് തന്നെയാണ് നമ്മൾ 80x160 ടൈല് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇത് എന്താ ചെയ്തിരിക്കുന്നത്? ഇതും നമ്മളൊരു കൺസോൾ ടേബിൾ ഇവിടെ വന്നു. പിന്നെ അറബിയിൽ ഒരു വേഡ് അത് ഇത് ചെയ്തേക്കണതും മൾട്ടിവുഡിൽ തന്നെയാണ് ചെയ്തേക്കണത്. അതിൻ്റെ ഗോൾഡൻ സ്ട്രിപ്പ് ഇട്ടിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു വർക്കാണ്. പിന്നെ അവിടെ നിന്ന് നമ്മൾ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഒരു ഓപ്പൺ കിച്ചൺ വിത്ത് ഡൈനിങ് വരുന്നത്. ഒരു 6 ആൾക്ക് സുഖമായിട്ട് ഭക്ഷണം കഴിക്കാവുന്ന രീതിയിലുള്ള ഒരു ഏരിയയാണ്. പിന്നെ ഒരു വാഷ് ഏരിയ അല്പം ഒന്ന് ഹൈഡ് ചെയ്ത് നിൽക്കണം. അതൊരു ഓണർക്ക് ഒരു നിർബന്ധം ഉണ്ടായിരുന്ന ആ ഒരു കേസാണ്. അതൊന്ന് ഹൈഡ് ചെയ്ത് നിൽക്കണം എന്നുള്ളൊരു കേസ് ഉണ്ടായിരുന്നു. ഹോം സ്റ്റൈൽ ലൈഫിൻ്റെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. അടുത്ത എപ്പിസോഡിൽ ഈ വീടിൻ്റെ തന്നെ അടുക്കള, മുകൾ നിലയിലുള്ള ബെഡ്റൂംസ്, സ്റ്റെയർ ഏരിയ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. സ്റ്റേ ട്യൂൺഡ്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കമൻറ്റ്സ്, ലൈക്ക്, ഷെയർ.